കൂട്ടുകാർക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ആർദ്ര. അപ്പോൾ 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ലെസൺസും മലയാളം എക്സ്പ്ലനേഷനോടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ നോട്ട്സും അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് തപ്പി കണ്ടുപിടിച്ച് തരുന്നുണ്ട്. സോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു നോട്ട്സും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പോയി നോക്കിയിട്ടാണ് ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ കണ്ടുപിടിച്ച് തരുന്നത്. സോ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്ന ആ കൂടി ഒരു കാര്യമാണ്. അതെന്താണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടാവും അല്ലേ? നമ്മൾ അവരെയും കൂടി സഹായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കും. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലേണിംഗ് ദ ഗെയിം. സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എഴുതിയിട്ടുള്ള ലേണിംഗ് ദ ഗെയിം എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2 പാർട്ട് ഉണ്ടാവുന്നതാണ്, ബിക്കോസ് ആക്ടിവിറ്റി കുറേ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മുന്നേ കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത ആൾക്കാർ എന്തായാലും പോയി കാണാം. ബിക്കോസ് നിങ്ങളുടെ മനസ്സിലെ എല്ലാ വേർഡ്സിൻ്റെയും മീനിങ്സ് മനസ്സിലായി മാത്രമാണ് നിങ്ങൾക്ക് പരീക്ഷ നല്ലവണ്ണം എഴുതാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചിരിക്കാണ്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. സോ നിങ്ങൾക്കാണ് മനസ്സിലാവേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. റീഡ് ആൻഡ് റെസ്പോണ്ട്. നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൈറ്റ് ഇൻസ്റ്റൻസ് ഫ്രം ദ പാസേജ് ദാറ്റ് ഷോസ് സച്ചിൻസ് ലവ് ഫോർ ക്രിക്കറ്റ് ഈവൻ ഫ്രം എ വെരി ഏർലി ഏജ്. അപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റൻസ്, ഒരു സന്ദർഭം എഴുതാനാണ് പറയുന്നത്. ഈ ഒരു പാസേജിൽ നിന്ന് ഒരു സന്ദർഭം എഴുതാനാണ് പറയുന്നത്. എന്തിനെ പറ്റിയിട്ട്? സച്ചിൻ എത്രത്തോളം ഈ ഒരു ക്രിക്കറ്റ് ഇഷ്ടമാണ്. ഓക്കെ, അവൻ ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റ് ഇഷ്ടമായിരുന്നു അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ്, ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതാനാണ് പറയുന്നത്. സച്ചിൻ്റെ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഈ ഒരു പാസേജ് അല്ലേ, നമ്മൾ ചാപ്റ്റർ വായിച്ചപ്പോൾ ഫസ്റ്റത്തെ പാസേജ് വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാസേജിൽ നിന്ന് സച്ചിന് ക്രിക്കറ്റ് എത്രത്തോളം ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു സന്ദർഭം എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. എന്നാലും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും മനസ്സിലാക്കി വെക്കണം. കാരണം എവിടെന്നെങ്കിലും ഇടയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി എഴുതാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം ഉത്തരം. ഫ്രം എ വെരി ഏർലി ഏജ് സച്ചിൻ പ്ലേഡ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് വിത്ത് ഹിസ് കോളനി ഫ്രണ്ട്സ്. അവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്താണ്, സച്ചിൻ്റെ കൂട്ടുകാരോടൊപ്പം, കോളനി ഫ്രണ്ട്സിനോടൊപ്പം ടെന്നീസ് ബോൾ ഉപയോഗിച്ചിട്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഹി ലവ്ഡ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ. ടിവിയിൽ ക്രിക്കറ്റ് കളി കാണുന്നത് അവൻ നല്ല ഇഷ്ടമായിരുന്നു. വെൻ ഹി പ്ലേഡ് ഹി ഓഫൺ ട്രൈഡ് ടു എമുലേറ്റ് ദ മാനറിസം ഓഫ് ഹിസ് ഫേവറേറ്റ് പ്ലെയേഴ്സ് സുനിൽ ഗവാസ്കർ ആൻഡ് ദ വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് വിവ് റിച്ചാർഡ്സ്. അപ്പോൾ ഇമുലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകരിക്കുക, മാനറിസം എന്ന് വെച്ചാൽ അവരുടെ രീതികൾ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, സച്ചിന് ടി വിയിൽ നോക്കിയിട്ട് ക്രിക്കറ്റ് കളി കാണുന്നത് നല്ല ഇഷ്ടമായിരുന്നു എന്ന്. അപ്പോൾ ഈ സുനിൽ ഗവാസ്കറും വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡായിട്ടുള്ള വിവ് റിച്ചാർഡിൻ്റെയും അവരുടെ കളികളും അതേപോലെ തന്നെ അവരുടെ രീതികളൊക്കെ സച്ചിൻ അനുകരിക്കുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ശ്രദ്ധാശ്രം വിദ്യാ മന്ദിർ ഡിഫർ ഫ്രം അതർ സ്കൂൾ ഇൻ മുംബൈ. മുംബൈയിലെ ശ്രദ്ധാശ്രം വിദ്യാ മന്ദിർ മറ്റു സ്കൂളിലെ അപേക്ഷിച്ച് എന്താണ് പ്രത്യേകത ഉണ്ടായിരുന്നത് ആ ഒരു സ്കൂളിന്? ഓക്കെ, നമുക്ക് ആ ഒരു സ്കൂളിലെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ശ്രദ്ധാശ്രം വിദ്യാ മന്ദിർ സ്കൂൾ ഗേവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദ ഗെയിം ഓഫ് ക്രിക്കറ്റ്. ഓക്കെ, ആ ഒരു സ്കൂള് ക്രിക്കറ്റ് എന്ന ഗെയിമിനോട് കുറച്ച് ഇമ്പോർട്ടൻസ്, ആ ഒരു ക്രിക്കറ്റ് എന്ന ഗെയിമിനോട് അവർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് തോന്നിയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്രിക്കറ്റ് എന്ന കളിയെ ജസ്റ്റ് ഒരു PT പീരീഡ് എന്ന പോലെ അങ്ങനെ കാണാണ്ട് അവർ ആ ഒരു ക്രിക്കറ്റിനെ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തോടെയായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, രാമകാന്ത് അച്രേക്കർ സാർ വാസ് ദ ക്രിക്കറ്റ് കോച്ച് ദർ. അപ്പോൾ അവിടുത്തെ ക്രിക്കറ്റ് കോച്ച് ആരാണ്? രാമകാന്ത് അച്രേക്കർ. ഹി കണ്ടക്റ്റഡ് സമ്മർ ക്യാമ്പ്സ് ടു ട്രെയിൻ ദ ആസ്പയറിംഗ് സ്റ്റുഡൻസ് ടു. അപ്പോൾ എന്താണ്, ക്രിക്കറ്റ് കളിക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്ന കുട്ടികൾക്ക് സമ്മർ ക്യാമ്പ്സ് നടത്തി കൊടുക്കുമായിരുന്നു. ആര്? അച്രേക്കർ സാർ. അപ്പോൾ ശ്രദ്ധാശ്രം വിദ്യാമന്ദിർ ക്രിക്കറ്റിന് നല്ലവണ്ണം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ സാറ് രാമകാന്ത് അച്രേക്കർ സാറാണ്. ആൾക്ക്
ക്രിക്കറ്റിനെ പറ്റി നല്ലൊരു കോച്ചാണ്. അതേപോലെ തന്നെ ആൾ സമ്മർ ക്യാമ്പ്സ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ശ്രദ്ധാശ്രം വിദ്യാമന്ദിർ മറ്റു സ്കൂളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് തോന്നാൻ കാരണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് വാസ് അച്രേക്കർ സാർസ് ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് സച്ചിൻ? സച്ചിനോടുള്ള അച്രേക്കർ സാറിൻ്റെ ഫസ്റ്റത്തെ ഇംപ്രഷൻ എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആൻസർ: ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം സച്ചിൻ ബാറ്റഡ് ഇൻ ദ നെറ്റ്സ് ആൻഡ് ഹി വാസ് എ ലിറ്റിൽ നെർവസ്. സച്ചിൻ ആദ്യമായിട്ടാണ് നെറ്റിൽ ബാറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിൻ കുറച്ച് നെർവസ് ആണ്, ടെൻഷൻ ഉണ്ട്. സോ ഹി കുഡ് നോട്ട് ഇംപ്രസ് അച്രേക്കർ സാർ വിത്ത് ഹിസ് ഫസ്റ്റ് പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ സച്ചിൻ്റെ ആദ്യത്തെ അവൻ ആദ്യം ബാറ്റ് ചെയ്തല്ലോ, ആ ഒരു പെർഫോമൻസിൽ അച്രേക്കർ സാറിൻ്റെ മുന്നിൽ സച്ചിനെ ഇംപ്രസ് ചെയ്യാൻ സാധിച്ചില്ല. ഓക്കെ, അച്രേക്കർ Sir told Sachin's brother Ajit that he was perhaps very young to play cricket and suggested that he should be brought back when he was a little older. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ ഈ സച്ചിൻ്റെ പ്രകടനം കണ്ടിട്ട് അച്രേക്കർ സാറിന് അത്ര താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അച്രേക്കർ സാറ് സച്ചിൻ്റെ ചേട്ടൻ അജിത്തിനോട് പറയാണ്, സച്ചിൻ വളരെ ചെറുതാണ്, അടുത്ത കൊല്ലം ഇവനെ കുറച്ചും കൂടി വലുതായിട്ട് ഇവനെ കൊണ്ടുവരാനാണ് അച്രേക്കർ സാർ പറഞ്ഞത്. ഓക്കെ, ഇതാണ് അച്രേക്കർ സാറിൻ്റെ സച്ചിനോടുള്ള ഫസ്റ്റത്തെ ഇംപ്രഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ റോൾ ഓഫ് അജിത് ഇൻ സച്ചിൻസ് ഇൻഡക്ഷൻ ഇൻ ടു ദ മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ട്? അപ്പോൾ സച്ചിൻ്റെ ചേട്ടനായിട്ടുള്ള അജിത്തിന് എന്താണ് അജിത്തിൻ്റെ സച്ചിനെ ഈ മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ടിലോട്ട് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചിൻ്റെ ചേട്ടനായിട്ടുള്ള അജിത്തിൻ്റെ ഒരു റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആൻസർ: അജിത് ഹാഡ് സീൻ സച്ചിൻസ് എക്സലൻറ്റ് പെർഫോമൻസ് വെൻ എവർ ഹി പ്ലേഡ് ക്രിക്കറ്റ് ഇൻ ദ കോളനി. സച്ചിൻ്റെ ചേട്ടനായിട്ടുള്ള അജിത്ത് സച്ചിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ അവൻ്റെ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവൻ എങ്ങനെയൊക്കെയാണ് ബാറ്റ് ചെയ്യണത് എന്നൊക്കെ സച്ചിൻ്റെ ചേട്ടനായിട്ടുള്ള അജിത്തിന് അറിയാം. കാരണം സച്ചിൻ കോളനിയിൽ കളിക്കുന്നതൊക്കെ ചേട്ടൻ കണ്ടിട്ടുണ്ട്. ഹി കൺവിൻസ്ഡ് അച്രേക്കർ സാർ ദാറ്റ് ഹി വാസ് നെർവസ് ടു പ്ലേ ബിഫോർ സാർ. സച്ചിൻ്റെ ചേട്ടൻ അച്രേക്കർ സാറിൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി. സച്ചിന് സാറിൻ്റെ മുന്നിൽ കളിക്കുമ്പോൾ അവന് നല്ല ടെൻഷനായി, അതുകൊണ്ടാണ് അവനിങ്ങനെ ആയത് എന്ന് പറഞ്ഞു. ഇഫ് സാർ ഗേവ് ഹിം എ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് വാച്ച്ഡ് ഹിം ഫ്രം എ ഡിസ്റ്റൻസ് ഹി വുഡ് റിയലൈസ് ഇറ്റ്. അപ്പോൾ അജിത്ത് പറഞ്ഞു, സാർ ഇവനൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കൂടി കൊടുക്കുക, എന്നിട്ട് സാർ അകലെ പോയിട്ട് ഇവൻ ബാറ്റ് ചെയ്യുന്നതൊന്ന് നോക്കുക, അപ്പോൾ ഇവൻ്റെ കഴിവ് സാറിന് മനസ്സിലാവും എന്ന് പറഞ്ഞു. റിയലൈസ് എന്ന് വെച്ചാൽ മനസ്സിലാക്കാം. ഓക്കെ, സാർ ഡിഡ് സോ ആൻഡ് അഗ്രീ ടു ലെറ്റ് ഹിം ജോയിൻ ദ ക്യാമ്പ്. സാറ് അജിത്ത് പറഞ്ഞ പോലെ തന്നെ അകലെ നിന്ന് നോക്കി. അപ്പോൾ സച്ചിൻ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ സച്ചിനെ ക്യാമ്പിലോട്ട് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് സച്ചിൻ്റെ ചേട്ടനായിട്ടുള്ള അജിത്തിൻ്റെ റോള് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഓരോ വേർഡ്സും ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ വേർഡിൻ്റെ മീനിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും അത്ര ടഫല്ല കേട്ടോ മക്കളെ, വളരെ എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും വീണ്ടും വീണ്ടും വായിക്കുക, അപ്പോൾ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഒരു ടെൻഷനും പേടിക്കരുത്. അങ്ങനെ ടെൻഷൻ തോന്നുന്ന ആൾക്കാർ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ ടെൻഷൻ മാറ്റിത്തരാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. വൈ ഡിഡ് സച്ചിൻ ഫീൽ ദാറ്റ് ദ ഷെഡ്യൂൾ ഓഫ് ദ ക്യാമ്പ് വാസ് റിഗറസ്? എന്തുകൊണ്ടാണ് സച്ചിന് തോന്നിയത് ആ ഒരു ഷെഡ്യൂൾ വളരെ റിഗറസ് ആണ്, വളരെ കഠിനമായിട്ടുള്ളൊരു ഷെഡ്യൂളാണെന്ന് സച്ചിന് അനുഭവപ്പെടാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ: ദ ട്രെയിനിങ് ഷെഡ്യൂൾ വാസ് ഫ്രം 7:13 AM to 10:13 AM and again in the afternoon till late evening. അപ്പോൾ രാവിലെ 7:30 തൊട്ടിട്ട് 10:00 വരെ ഒരു പ്രാക്ടീസ് ടൈം ഉണ്ട്. ഓക്കെ,
ഒരു ക്ലാസ് ഉണ്ട്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് ഈവനിങ് വരെ, വൈകിട്ട് വരെ വീണ്ടും അവന് ക്യാമ്പിന് പോകണം. ഫ്രം ഹിസ് ഹൗസ് ടു ശിവാജി പാർക്ക് ഇറ്റ് ടുക്ക് 45 minutes ആൻഡ് ഹി ഹാഡ് ടു ക്യാച്ച് ദ ഏർലി മോർണിംഗ് ബസ്. അപ്പോൾ എന്താണ്, ശിവാജി പാർക്ക്, ഇവൻ്റെ വീട്ടിൽ നിന്നിട്ട് ശിവാജി പാർക്കിലോട്ട് 45 മിനിറ്റ് ദൂരമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവൻ രാവിലത്തെ ബസ്സിന് കയറിപ്പോയാലാണ് അവിടെ കറക്റ്റ് സമയത്ത് എത്താൻ സാധിക്കുള്ളൂ. ദ ജേർണി ആൻഡ് ദ പ്രാക്ടീസ് മെയ്ഡ് ഹിം എക്സോസ്റ്റ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. ദ ജേർണി എന്ന് വെച്ചാൽ ആ ഒരു യാത്രയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രാക്ടീസും അവൻ ആ ദിവസത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും അവൻ വളരെ എക്സോസ്ഡ് ആയിരിക്കും, അവൻ നല്ല വയ്യാണ്ടി ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ആ സച്ചിന് തോന്നിയത്, അവൻ അനുഭവപ്പെട്ടത് എന്ത്, ഈ ഒരു ഷെഡ്യൂൾ വളരെ കഠിനമായിട്ടുള്ളൊരു ഷെഡ്യൂളാണെന്ന്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പാഠത്തിൻ്റെ വീഡിയോ എന്തായാലും പോയി കാണാം, എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സെർവ്ഡ് സച്ചിൻ ആസ് എ വെരി പേഴ്സണൽ കോച്ചിങ് മാനുവൽ. സച്ചിന് സ്വന്തമായിട്ട് അവനെ തന്നെ കോച്ച് ചെയ്യാനായിട്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതെന്താണ്? ഓക്കെ, അതിൻ്റെ ആൻസർ, അജിത്ത് ഗേവ് ഹിം എ നോട്ട് കണ്ടെയ്നിങ് സം തോട്ട്സ് അബൌട്ട് ബാറ്റിംഗ്. സച്ചിൻ്റെ ചേട്ടനായിട്ടുള്ള അജിത്ത് ഒരു കുഞ്ഞെ നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലെന്താണ്, ക്രിക്കറ്റിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ബാറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്. അങ്ങനത്തെ ഒരു ബുക്ക് അജിത്ത് കൊടുത്തു. ആർക്ക്? സച്ചിന്. ഇറ്റ് ഈസ് സെർവ്ഡ് ആസ് എ വെരി പേഴ്സണൽ കോച്ചിങ് മാനുവൽ. അപ്പോൾ എന്താണ്, ആ ഒരു ബുക്ക് സച്ചിന് എന്താണ്, വ്യക്തിപരമായിട്ട് ഒരു സ്വന്തമായിട്ട് അവനെ തന്നെ കോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബുക്കായി മാറിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Question number 7. The system worked well apart from my pockets. What is the system referred to here by Sachin? അവൻ്റെ സിസ്റ്റം നല്ല രീതിയിൽ തന്നെ പോയിരുന്നു, പോക്കറ്റ് ഒഴികെ അവൻ്റെ സിസ്റ്റം നല്ല രീതിയിൽ തന്നെ പോയിരുന്നു. ഇവിടെ സച്ചിൻ ഉദ്ദേശിച്ച സിസ്റ്റം എന്താണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ആൻസർ, ഹി ഹാഡ് ഓൺലി 1 set of cricket clothes. സച്ചിന് ആകെ കൂടി ഒരു ജോഡി ക്രിക്കറ്റ് ക്ലോത്ത്സ് ആണ് ഉണ്ടായിരുന്നത്. ഹി ഹാഡ് ടു വാഷ് ദം ആഫ്റ്റർ ദ മോർണിംഗ് സെഷൻ ആൻഡ് വിയർ ദം ഇൻ ദ ആഫ്റ്റർനൂൺ. അപ്പോൾ രാവിലത്തെ കോച്ചിങ് കഴിഞ്ഞിട്ട് അവൻ എന്താണ്, വൈകുന്നേരം വീണ്ടും അത് ഇടണം അല്ലേ, അതുകൊണ്ട് അത് വാഷ് ചെയ്യണം. ആൻഡ് ഇൻ ദ സെയിം വേ ഹി വാഷ്ഡ് ദം ആഫ്റ്റർ ദ ഈവനിങ് സെഷൻ ആൻഡ് വോർ ദം ഇൻ ദ ഫോളോയിങ് മോർണിംഗ്. അതേപോലെ തന്നെ ഈവനിങ് സെഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവൻ നേരെ അത് അലക്കിയിടും. ഓക്കെ, എന്നിട്ട് അതാണ് രാവിലെ ഉപയോഗിക്കുന്നത്. ഇൻ ദ സിസ്റ്റം ഹിസ് പോക്കറ്റ്സ് വുഡ് നോട്ട് ഗെറ്റ് ഇനഫ് ടൈം ടു ഡ്രൈ ഔട്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉണങ്ങും, പക്ഷേ പോക്കറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഉണങ്ങും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് സച്ചിൻ ആസ്ക്ഡ് ടു ചേഞ്ച് ഹിസ് സ്കൂൾ. എന്തുകൊണ്ടാണ് സച്ചിനോട് വേറൊരു സ്കൂളിലോട്ട് മാറാൻ പറഞ്ഞത്? Answer, Achrekar sir realized that Sachin had the potential to be a good cricketer if practiced all year round. Achrekar സാറിന് ഒരു കാര്യം മനസ്സിലായി. റിയലൈസ്ഡ് എന്ന് വെച്ചാൽ മനസ്സിലായി. എന്ത്? സച്ചിന് നല്ലൊരു ക്രിക്കറ്റർ ആവാനുള്ള ഒരു ധൈര്യമുണ്ട്, ഓക്കെ, ഒരു ശക്തിയുണ്ട്. അവൻ നന്നായി പ്രാക്ടീസ് ചെയ്ത്, ഒരു വർഷം നന്നായി പ്രാക്ടീസ് ചെയ്ത് അവന് ഒരു നല്ല ക്രിക്കറ്റർ ആവാൻ സാധിക്കുമെന്ന്. ബട്ട് ഹിസ് സ്കൂൾ, ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ബാന്ദ്ര, ഹാസ് നോ ക്രിക്കറ്റ് ഫെസിലിറ്റി. പക്ഷേ അവൻ്റെ സ്കൂളായിട്ടുള്ള അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ, ബാന്ദ്രയിലുള്ള ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ എന്ന സ്കൂളിൽ എന്താണ്, അവിടെ ക്രിക്കറ്റിനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. ഓക്കെ, ക്രിക്കറ്റ് കളിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. സോ സാർ സജസ്റ്റഡ് ദാറ്റ് ഹീ ഷുഡ് ചേഞ്ച് ഹിസ് സ്കൂൾ. അതുകൊണ്ട് തന്നെ സാറ് സച്ചിനോടും സച്ചിൻ്റെ അച്ഛനോടും ചേട്ടനോടൊക്കെ പറഞ്ഞു, എന്ത്, അവന് സ്കൂൾ മാറ്റണം, അതായിരിക്കും നല്ലതെന്ന് സാറ് പറഞ്ഞു. ഓക്കെ, ഇതുകൊണ്ടാണ് സച്ചിനോട് സ്കൂൾ മാറാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 9. What was the condition laid down by Sachin's father for changing his school? അപ്പോൾ സച്ചിൻ്റെ സ്കൂൾ മാറ്റാനായിട്ട് അച്ഛൻ മുമ്പോട്ട് വെച്ച ഒരു കണ്ടീഷൻ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അല്ലേ. കണ്ടീഷൻ എന്താണ്? ഇപ്പം നമ്മളടുത്ത് അച്ഛനും അമ്മയും പറയും, നീ നന്നായി പഠിക്കുമെന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും, എന്നാൽ എനിക്ക് മിഠായി വാങ്ങി തരണം അല്ലേ. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സച്ചിൻ്റെ സ്കൂൾ മാറ്റണമെങ്കിൽ അച്ഛനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ, ഹിസ് ഫാദർ സെയ്ഡ് ദാറ്റ് ഹി ഹാഡ് നോട്ട് ഒബ്ജെക്ഷൻ ടു സച്ചിൻസ് ചേഞ്ചിങ് ദ സ്കൂൾ. എന്താണ്, സച്ചിൻ്റെ അച്ഛൻ സച്ചിനോട് പറഞ്ഞത്, എനിക്ക് നീ സ്കൂൾ മാറുന്നതിന് ഒരു തടസ്സവും ഇല്ല, ഓക്കെ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ബട്ട് ഹിസ് കണ്ടീഷൻ വാസ് ദാറ്റ് ഹി ഷുഡ്
ടേക്ക് പ്ലേയിങ് ആൻഡ് പ്രാക്ടീസിങ് ക്രിക്കറ്റ് വെരി സീരിയസ്ലി. പക്ഷെ അച്ഛൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ക്രിക്കറ്റ് കളി, ഓക്കെ, അത് ക്രിക്കറ്റ് കളിയും അതേപോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നാണ് അച്ഛൻ മുമ്പോട്ട് വെച്ച ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡഡ് സച്ചിൻസ് കൺസിഡർഡ് ആസ് എ കൈൻഡ് ഓഫ് സേഫ്റ്റി വാൾവ്? എന്താണ് സച്ചിന് ഒരു രക്ഷാ കവചം എന്ന് തോന്നിയ കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ: Sachin joined the Shraddhashram Vidya Mandir school, where he could use all his excess energy in practicing cricket under coach Achrekar sir. അവൻ എന്താണ് ശ്രദ്ധാശ്രം വിദ്യാമന്ദിർ സ്കൂളിലോട്ട് മാറിയില്ലേ. അപ്പോൾ അവിടെ എന്താണ് അവൻ്റെയിലുള്ള എല്ലാ എനർജിയും, ഓക്കെ, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ എനർജിയും അവൻ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഓക്കെ, അച്രേക്കർ സാറ് കോച്ച് ചെയ്യുന്ന ഒരു പ്രാക്ടീസിൽ, ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ എല്ലാ എനർജിയും അവിടെ അവൻ ഉപയോഗിക്കും. ഇറ്റ് ആക്റ്റഡ് ഫോർ ഹിം ആസ് എ സേഫ്റ്റി വാൾ. അപ്പോൾ അതുകൊണ്ടാണ് അവന് അതൊരു രക്ഷാ കവചമായിട്ട് തോന്നിയത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. How did the 1 rupee coin help Sachin to become a good batsman? എങ്ങനെയാണ് 1 രൂപ കോയിൻ സച്ചിനെ ഏറ്റവും നല്ല ബാറ്റ്മാൻ ആവാൻ സഹായിച്ചത്? ആൻസർ: വൈൽ ബാറ്റിംഗ് കീപ്പിംഗ് ദ 1 rupee കോയിൻ ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റംപ്. എന്ന് വെച്ചാൽ സ്റ്റമ്പിൻ്റെ മുകളിൽ അവൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റമ്പിൻ്റെ മുകളിൽ 1 രൂപ വയ്ക്കും. എവരി ബൗളർ വുഡ് കം ടു ബൗൾ ടു ഹിം. എന്താണ്, എല്ലാ ബൗളർമാരും, എല്ലാ ബോളർ ചെയ്യുന്ന ആൾക്കാരും അവൻ്റെ ഫ്രണ്ടിൽ ബോൾ എറിയാൻ വേണ്ടി നിൽക്കും. അതേപോലെ തന്നെ എന്താണ്, വിത്ത് 60 to 70 ബോയ്സ് ഫീൽഡിൽ നിൽക്കുന്നത് 60-70 ചെക്കന്മാരാണ്. ടു വിൻ ദ കോയിൻ ഹി ഹാഡ് ടു ഹിറ്റ് എവരി ബോൾ അലോങ് ദ ഗ്രൗണ്ട്. അവൻ ആ ഒരു രൂപ നേടാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യണം? ആ ഒരു ബോൾ വരുമ്പോൾ അവൻ ബാറ്റ് കൊണ്ട് നല്ല നീളത്തിൽ അടിച്ചാലാണ് ആ ബോൾ പുറത്തേക്ക് പോകണം അല്ലേ. അല്ലെങ്കിൽ എന്താണ്, മറ്റുള്ള ആൾക്കാരെ അത് പിടിച്ചെറിഞ്ഞ് ഇവനെ ഔട്ടാക്കും. അപ്പോൾ ഇവന് 1 രൂപ കിട്ടില്ല. അപ്പോൾ ഇവൻ എല്ലാ ബോൾ വരുമ്പോൾ അവൻ അവൻ്റെ എല്ലാ ശക്തി കൊണ്ട് അവൻ ഇങ്ങനെ അടിക്കണം. ആൻഡ് ഇറ്റ് തോട്ട് ഹിം ഹൗ ടു കോൺസെൻട്രേറ്റ് ഈവൻ വെൻ ഫിസിക്കലി വെരി ടയേർഡ്. അവൻ ശാരീരികമായിട്ടും അവന് ടയേർഡാവുമ്പോൾ, ഓക്കെ, അവൻ ശാരീരികമായിട്ടും ആകെ ടയേർഡാവുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു കാര്യത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നവൻ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹെൽപ്ഡ് സച്ചിൻ ടു ബിൽഡ് അപ്പ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റാമിന? സച്ചിൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ളൊരു സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ അവൻ എന്താണ് ചെയ്തത്? അറ്റ് ദ എൻഡ് ഓഫ് എവറി ഡേയ്സ് പ്രാക്ടീസ് സർ വുഡ് ടെൽ ഹിം ടു റൺ 2 full സർക്യൂട്ട് ഓഫ് ദ ശിവാജി പാർക്ക് വിയറിംഗ് ഹിസ് പാഡ് ആൻഡ് ഗ്ലൗസ് ഓൺ. എന്താണ്, എല്ലാ ദിവസത്തിൻ്റെ പ്രാക്ടീസിൻ്റെ അവസാനം സാർ അവനോട് പറയും എന്ത്? പാഡും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ആ ശിവാജി പാർക്കിൻ്റെ ചുറ്റും ഓടാൻ പറയും. ഇറ്റ് വുഡ് മേക്ക് ഹിം കംപ്ലീറ്റ്ലി എക്സോസ്റ്റ്. അപ്പോൾ ഇവനിങ്ങനെ ഓടുമ്പോൾ ഇവനാകെ വയ്യാണ്ടാവും. ബട്ട് ഹെൽപ്ഡ് ഹിം ബിൽഡ് അപ്പ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റാമിന. പക്ഷെ എന്താണ്, ഇത് കാരണം അവൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവന് നല്ല സ്റ്റാമിന കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13. This regular demand was a little unreasonable. What was the demand? Why was it unreasonable? ഓക്കെ, സച്ചിൻ്റെ നിരന്തരമായിട്ടുള്ള ഈ ഒരു ഡിമാൻഡ് ന്യായീകരിക്കാൻ പറ്റാത്തൊരു ഡിമാൻഡായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് 2 സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വാട്ട് വാസ് ദ ഡിമാൻഡ്? എന്തായിരുന്നു ആ ഡിമാൻഡ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഇറ്റ് റീസണബിൾ? വൈ വാസ് ഇറ്റ് റീസണബിൾ? എന്തുകൊണ്ടാണ് അത് അന്യായമായിട്ട് അവന് തോന്നാൻ കാരണം? ഓക്കെ, നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. വാട്ട് വാസ് ദ ഡിമാൻഡ്? എന്തായിരുന്നു ഡിമാൻഡ് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. വെൻ എവർ ഹിസ് ഫാദർ കെയിം ടു ടേക്ക് ഹിം, സച്ചിൻ വുഡ് ഓൾവേസ് ആസ്ക് ഹിം ടു ട്രീറ്റ് ഹിം ടു എ സ്പെഷ്യൽ ഫ്രൂട്ട് കോക്ടെയിൽ അറ്റ് എ ജ്യൂസ് സെൻറ്റർ നിയർ ദ ക്ലബ്. അപ്പോൾ എപ്പോഴൊക്കെ അച്ഛൻ അവൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്തൊക്കെ സച്ചിൻ ഒരു കാര്യം ഡിമാൻഡ് ചെയ്യായിരുന്നു, ആവശ്യപ്പെടായിരുന്നു. എന്ത്? അവന് ക്ലബിൻ്റെ അടുത്തുള്ള ജ്യൂസ് കടയിൽ നിന്നൊരു സ്പെഷ്യൽ ഫ്രൂട്ടായിട്ടുള്ള കോക്ടെയിൽ ജ്യൂസ്, ഓക്കെ, ആ ഒരു ഫ്രൂട്ട് വേണമെന്ന് അവൻ ആവശ്യപ്പെട്ടിരുന്നു. ഓക്കെ, അതാണ് ഡിമാൻഡ്. വൈ വാസ് ഇറ്റ് റീസണബിൾ? എന്തുകൊണ്ടാണ് അത് അന്യായമായിട്ട് സച്ചിന് തോന്നിയത്? ഇറ്റ് വാസ് എ ലിറ്റിൽ അൺറീസണബിൾ ബിക്കോസ് ഹിസ് പാരൻസ് ഓൾസോ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് ഹിസ് ബ്രദർ ആൻഡ് സിസ്റ്റർ. അത് അന്യായമായിട്ട് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനമ്മയ്ക്കും മാതാപിതാക്കൾക്ക് ഇവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, ഇവൻ്റെ ചേട്ടന്മാരുടെയും അതേപോലെ തന്നെ അനിയത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ സച്ചിന് വലുതായപ്പോഴാണ് അതൊരു അന്യായമായിട്ട് അവന് തോന്നിയത്. ഓക്കെ,
അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് സച്ചിൻ ആസ്ക്ഡ് ബൈ ദ ബസ് കണ്ടക്ടർ ടു ബൈ 2 tickets? എന്തുകൊണ്ടാണ് ബസ് കണ്ടക്ടർമാർ സച്ചിനോട് 2 ടിക്കറ്റ് എടുക്കാൻ പറയാറുള്ളത്? ആൻസർ, ഡ്യൂറിങ് ദ പീക്ക് അവേഴ്സ് ദ ബസ്സസ് വുഡ് ബി ഫിൽഡ് വിത്ത് പാസഞ്ചേഴ്സ്. നല്ല തിരക്കേറിയ നിമിഷങ്ങളിൽ ബസ്സിൽ മൊത്തം യാത്രക്കാരായിരുന്നു. സച്ചിൻ വുഡ് ബി സ്റ്റാൻഡിങ് വിത്ത് ഹിസ് ഹെവി കിറ്റ് ബാഗ്. എന്താണ് സച്ചിൻ അവൻ്റെ ഭാരമേറിയിട്ടുള്ള കിറ്റ് ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസും പാഡ്സും ബാറ്റും ക്രിക്കറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ബാഗ്. അപ്പോൾ ആ കിറ്റ് ബാഗ് വളരെ ഭാരമാണ്. അപ്പോൾ ആ ഒരു ഭാരമേറിയിട്ടുള്ള കിറ്റ് ബാഗ് തൂക്കിയിട്ടായിരിക്കും അവൻ നിൽക്കുന്നുണ്ടാവുക. ആൻഡ് ഇറ്റ് വുഡ് ടേക്ക് അപ്പ് ദ സ്പേസ് ഓഫ് അനദർ പേഴ്സൺ. അതുകൂടാതെ വേറൊരാളുടെയും കൂടി സ്ഥലമാണ് അവിടെ പോകുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ബസ്സിൽ പോവുകയാണെങ്കിൽ നമ്മൾ സ്കൂൾ പിള്ളേരുടെ ബാഗ് കണ്ട ബാഗിൻ്റെ ഒരു സ്ഥലം മതി വേറൊരാൾക്ക് നിൽക്കാൻ അല്ലേ. അപ്പോൾ നമ്മളോട് കുറച്ച് റൂഡായിട്ടാണ് ബസ് കണ്ടക്ടർമാർ, റൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ദേഷ്യപ്പെട്ടിട്ടാണ് നമ്മളോട് കണ്ടക്ടർമാർ പെരുമാറാറ്. അതേപോലെ തന്നെ ഇവനോടും പെരുമാറി. സോ സം റൂഡ് കണ്ടക്ടേഴ്സ് വുഡ് ആസ്ക് ഹിം ടു ബൈ ടു ടിക്കറ്റ്സ്. അപ്പോൾ ചില റൂഡായിട്ടുള്ള കണ്ടക്ടർമാർ ഇവനോട് 2 ടിക്കറ്റ് എടുക്കാൻ പറയുമെന്നാണ് പറയുന്നത് അല്ലേ. ഈ കണ്ടക്ടർമാരൊക്കെ ഇങ്ങനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ നെറ്റ്സ്. നിനക്ക് വേണ്ടി ക്രിക്കറ്റ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രാക്ടീസ് ഹാർഡ് ആൻഡ് സീ വാട്ട് മാജിക് ക്യാൻ ട്രാൻസ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈമാറുക. അപ്പോൾ അശ്രേക്കർ സാർ സച്ചിനോട് പറയുകയാണ് എന്ത്, നിനക്ക് വേണ്ടിയിട്ട് ക്രിക്കറ്റ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നീ നന്നായി പ്രാക്ടീസ് ചെയ്യ്, അപ്പോൾ നിനക്ക് എന്ത് മാജിക്കാണ് കൈമാറുക എന്ന് നമുക്ക് കാണാമെന്ന് അശ്രേക്കർ സാറ് പറഞ്ഞു. വാട്ട് ആസ്പെക്ട് ഓഫ് എ കോച്ച് ക്യാൻ യു ഇൻഫർ ഇൻ അശ്രേക്കർ ഹിയർ? ആസ്പെക്ട് എന്ന് വെച്ചാൽ വശങ്ങൾ. അപ്പോൾ അശ്രേക്കർ സാർ എന്ന കോച്ചിൻ്റെ ഏതൊക്കെ വശങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അശ്രേക്കർ സാർ വാസ് വെരി ഹോപ്പ്ഫുൾ ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് സച്ചിൻ. അശ്രേക്കർ സാറ് വളരെ ഹോപ്പ്ഫുള്ളാണ്, നല്ല പ്രതീക്ഷയുണ്ട്. ആരോട്? സച്ചിനോട് നല്ല പ്രതീക്ഷയുണ്ട്. അതേപോലെ തന്നെ നല്ല ഒപ്റ്റിമിസ്റ്റിക് ആണ്, ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. ആരുടെ പേരിൽ? സച്ചിൻ്റെ ഭാവിയെക്കുറിച്ച് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല ശുഭാപ്തി വിശ്വാസം എല്ലാം ഉണ്ടായിരുന്നു. എ കോച്ച് ഷുഡ് ഹാവ് ട്രസ്റ്റ് in the abilities of their trainers. ഒരു കോച്ച് തൻ്റെ ട്രെയിനേഴ്സ് എന്ന് വെച്ചാൽ കോച്ചിൻ്റെ കീഴിൽ വരുന്ന ട്രെയിനിങ്ങിന് വേണ്ടി വരുന്ന കുട്ടികളുടെ എബിലിറ്റി എന്ന് വെച്ചാൽ അവരുടെ കഴിവിനോട് നല്ലൊരു വിശ്വാസം വേണം എന്നതാണ് സത്യം. ഓക്കെ, ഒരു കോച്ചാണെങ്കിൽ കോച്ചിൻ്റെ കീഴിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും എന്തൊക്കെ കഴിവുണ്ട് ആ കഴിവിനെ കോച്ച് വിശ്വസിക്കണം. ഓക്കെ, അതാണ് ഒരു കോച്ച് എന്ന രീതിയിൽ കോച്ചിന് വേണ്ടത്. അതേപോലത്തെ ഒരു കോച്ചായിരുന്നു അശ്രേക്കർ സാർ. ആസ് എ കോച്ച് അശ്രേക്കർ സാർസ് സിൻസിയാരിറ്റി. അപ്പോൾ ഒരു കോച്ച് എന്ന രീതിയിൽ അശ്രേക്കർ സാറിൻ്റെ സിൻസിയാരിറ്റി, ആത്മാർത്ഥതയും ഹോപ്പും എന്ന് വെച്ചാൽ എന്താ, പ്രത്യാശയും ട്രസ്റ്റ്, വിശ്വാസവും ഇൻ സച്ചിൻസ് കാപ്പബിലിറ്റി ആർ സീൻ ഹിയർ ത്രൂ ദിസ് വേർഡ്സ്. അപ്പോൾ അശ്രേക്കർ സാർ ഒരു കോച്ച് എന്ന രീതിയിൽ എന്താ, സച്ചിനോടുള്ള ഒരു ആത്മാർത്ഥതയും അവനോടുള്ള ഒരു ഹോപ്പും അതേപോലെ തന്നെ അവനോടുള്ള ഒരു വിശ്വാസവും സച്ചിൻ്റെ ഓരോ കഴിവുകളെ കുറിച്ചൊക്കെ അശ്രേക്കർ സാറിന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അശ്രേക്കർ സാർ ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ, ഇങ്ങനത്തെ ഒരു കാര്യം അവനോട്, ഇങ്ങനത്തെ ഒരു രീതിയിൽ അവനോട് പറഞ്ഞത് അല്ലേ. എന്ത്, ക്രിക്കറ്റ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നീ നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ, നിനക്ക് എന്ത് മാജിക്കാണ് നടക്കുക എന്ന് നിനക്ക് കണ്ടറിയാം എന്ന് അദ്ദേഹം പറയാനായിട്ടുള്ളൊരു കാരണം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്രേക്കർ സാറിന് സച്ചിൻ്റെ അടുത്ത് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അവൻ നന്നായി ക്രിക്കറ്റ് കളിക്കും. അതേപോലെ തന്നെ അവൻ്റെ കഴിവിനോട് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു പ്രത്യാശയും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു കോച്ച് എന്ന രീതിയിൽ കോച്ചിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ട്രെയിനേഴ്സിൻ്റെ എന്തൊക്കെ കഴിവുകളുണ്ട് അതിനോടൊക്കെ ഒരു കോച്ച് എന്ന രീതിയിൽ വിശ്വസിക്കണം. അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു സാറും. ഓക്കെ, അശ്രേക്കർ സാറും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് അശ്രേക്കർ സാർ പണിഷ് സച്ചിൻ? എന്തിനാണ് അശ്രേക്കർ സാറ് സച്ചിനെ പണിഷ് ചെയ്തത്? അശ്രേക്കർ സാർ പണിഷ്ഡ് സച്ചിൻ on one occasion when he was teaching an important lesson because he had once bunked his evening practice. അപ്പോൾ അശ്രേക്കർ സാർ ഒരു ദിവസം
സച്ചിനെ പണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ലെസൺ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന ദിവസം സച്ചിൻ ക്ലാസ്സിൽ നിന്ന് മുങ്ങി. ഓക്കെ, ക്ലാസ്സിൽ നിന്ന് മുങ്ങി വേറെ കളി കാണാൻ വേണ്ടി പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കാരണം അച്രേക്കർ സാറ് സച്ചിനെ പണിഷ് ചെയ്തു. ഓക്കെ, ഹൗ ഡിഡ് ഇറ്റ് ഹെൽപ്പ് ഹിം? ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റ് ആ സച്ചിന് കൊടുത്തുകൊണ്ട് സച്ചിന് എന്തൊക്കെ ഉപകാരങ്ങളാണ് ഉണ്ടായത്? അച്രേക്കർ സാർസ് പണിഷ്മെൻറ്റ്, എഫേർട്ട് ഇൻ ട്രെയിനിങ്, encouragement and timely advice helped him become the cricketer later he turned out to be. അച്രേക്കർ സാറിൻ്റെ ഈ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തത് കൊണ്ടും അതേപോലെ തന്നെ നല്ല ട്രെയിനിങ് കൊടുത്തുകൊണ്ടും നല്ല എൻകറേജ്മെൻറ്റ്, നല്ല പ്രോത്സാഹനം കൊടുത്തുകൊണ്ടും അതേപോലെ തന്നെ ടൈമിൽ അഡ്വൈസ് കൊടുത്തുകൊണ്ടും, അഡ്വൈസ് എന്താണ്, നമ്മളോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരില്ലേ അച്ഛനും അമ്മയും, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക, അങ്ങനെ ഓരോ അഡ്വൈസസും പറഞ്ഞു തന്നും സച്ചിൻ ഈ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു നല്ല ക്രിക്കറ്ററായിട്ട് മാറാൻ ഇതൊക്കെ സഹായിച്ചു. അപ്പോൾ അച്രേക്കർ സാറ് സച്ചിനെ ഇങ്ങനത്തെ ഒരു ക്രിക്കറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അച്രേക്കർ സാറ് ഒരു വലിയൊരു റോൾ തന്നെയാണ് ഇവിടെ പ്ലേ ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നന്നായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സ് തീർക്കാൻ തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ ഉണ്ട്, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങളെ ഫുൾ സപ്പോർട്ടായിട്ട് ഞാനുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും